ഇത് മലപ്പുറം ജില്ലയിലെ പൊന്നാനി എന്ന് പറയുന്ന സ്ഥലത്ത് നടന്ന സംഭവമാണ്. മൂന്ന് മക്കളുടെ ഉമ്മ മൂന്ന് മക്കളെ എന്നേക്കുമായി ഉപേക്ഷിച്ച് അന്യ മതസ്ഥൻ്റെ കൂടെ ഒളിച്ചോടിപ്പോയി. അസ്തഗ്ഫിറുല്ലാഹ്. ആ മക്കളുടെ മുഖം, ആ മക്കളുടെ സങ്കടം നിങ്ങൾക്ക് ഈ വീഡിയോ കൂടി കാണാം. ആ മക്കൾ കരഞ്ഞുകൊണ്ട് ചോദിക്കുന്നെന്ന് വെച്ചാൽ ഉമ്മയിന് തിരിച്ചു വരില്ലേ എന്നാണ് ചോദിക്കുന്നത്. ഉത്തരമില്ല. നിങ്ങൾ നോക്കിക്കേ, ഏറ്റവും കൂടുതൽ ഈ സമുദായത്തിലാണ് ഇങ്ങനെ നടക്കുന്നത്. ഈ സമുദായത്തിലെ സ്ത്രീകളാണ് ഇങ്ങനെ ചെയ്യുന്നത്. അത് 40 വയസ്സായാലും ശരി, 30 വയസ്സായാലും ശരി, 20 വയസ്സായാലും ശരി, 18 വയസ്സായാലും ശരി, നല്ല കഴപ്പ് മൂത്ത് അന്യ മതസ്ഥൻ്റെ കൂടെ ഒളിപ്പില്ലാണ്ട് ഒളിച്ചോടി പോകുന്ന ഏറ്റവും കൂടുതൽ സ്ത്രീകളുള്ള സമുദായം ഇസ്ലാം സമുദായമാണ്. ഇസ്ലാം സമുദായത്തെ കുറ്റപ്പെടുത്തി പറയുന്നതല്ല. ഇതിന് കാരണക്കാർ നിങ്ങൾ തന്നെയാണ്. ഉമ്മ, ഉപ്പ, ഭർത്താവ്. വിദേശത്ത് നിന്നും ഗൾഫിൽ നിന്നും മുടങ്ങാതെ പൈസ ഇവർക്ക് നിങ്ങൾ എത്തിച്ചു കൊടുക്കുന്നില്ലേ? ആ പൈസ കൊണ്ട് ഇവർ KFC, മന്തി, ഐഫോൺ, ബുള്ളറ്റ്, കാറ് എന്നിവയെല്ലാം എടുത്തും വാങ്ങിയും തിന്നും സുഖിച്ചും ആഡംബരമായി ജീവിച്ചും പട്ടിണി എന്താണ്, പ്രയാസം എന്താണ്, ദുഃഖം എന്താണ്, വിഷമം എന്താണ് ഒന്നും അറിയാതെ വളർന്നത് കൊണ്ടും ആ കഴപ്പ് വരാൻ കാരണം. കഴിഞ്ഞ വർഷത്തെ റമദാൻ മാസത്തിൽ കണ്ണൂരിൽ നിന്നും ഒളിച്ചോടിപ്പോയ ഒരുത്തി തിരിച്ചു വന്നിട്ടുണ്ട്. അവളെ കൊണ്ട് അവൻ പട്ടച്ചാരായം കുടിപ്പിച്ചെന്നോ കള്ള് കുടിപ്പിച്ചെന്നോ വേറെ എന്തൊക്കെയോ ചെയ്തെന്നോ പറയുന്നു. ഒരിക്കലും ആ വീട്ടുകാർ ഇവളെ തിരിച്ചു കയറ്റാൻ പാടില്ലായിരുന്നു. ആ വീട്ടുകാർ ചെയ്തത് ഏറ്റവും വലിയ തെറ്റ്. ഇങ്ങനെ തിരിച്ചു കയറ്റിയാൽ ബാക്കിയുള്ള മുസ്ലിം പെൺകുട്ടികൾക്ക് ഇതൊരു പ്രചോദനമാകും. അവരും ഒളിച്ചോടും. നിങ്ങളെ എത്ര മാത്രം അവൾ നാണം കെടുത്തി പരിശുദ്ധമാക്കപ്പെട്ട റമദാൻ മാസത്തിൽ ഒളിച്ചോടിപ്പോയ അവളൊരു മനുഷ്യനാണോ അവൾ? അതുപോലെ തന്നെ ഇപ്പോൾ ഈ 3 മക്കൾ ഉപേക്ഷിച്ചു പോയ ആ സ്ത്രീ ഒരിക്കലും നന്നാവില്ല. നാരയിക്കാണ്ട് എവിടെയും പോവില്ല. കാലം സാക്ഷിയാവും.